കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി. എന്നാൽ വറ്റിപ്പോകാത്തതും നിലയ്ക്കാത്തതുമായ ഒന്നുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ, എപ്പോൾ തോട് വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, മഴയില്ലാതായപ്പോൾ, ആ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. കാക്ക വരവ് നിൽക്കുമായിരിക്കാം, തോട് വറ്റിപ്പോവുമായിരിക്കാം, പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, അവൻ നിന്നോട് സംസാരിക്കും. എത്ര കാക്ക നിലച്ചിട്ടും, ഏതൊക്കെ തോട് നിന്റെ മുമ്പിൽ വറ്റിയിട്ടും, ഏതൊക്കെ മഴ നിന്നുപോയിട്ടും, ഇന്നും ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എവിടെയോ എന്തോ നിനക്ക് വേണ്ടി ദൈവം ചെയ്തു കൊണ്ടിരിക്കുന്നു. ഓ, ദൈവത്തിന്റെ കൈ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു: തന്റെ ഭക്തന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈയെ കെട്ടാൻ ആർക്കും കഴിയത്തില്ല.